ഹായ് ഫ്രണ്ട്സ്. ഇപ്പം എല്ലാം ഓൺലൈനാണല്ലേ. നമ്മളൊരു സിനിമയ്ക്ക് ബുക്ക് ചെയ്യുന്നതായിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതായിക്കോട്ടെ, ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നതായിക്കോട്ടെ, ഈവൻ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുന്നതായിക്കോട്ടെ, എല്ലാം ഓൺലൈനാണ്. ഇങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിമോണിയൽസ് ആണ്, അല്ലെങ്കിൽ റിവ്യൂസ് ആണ്, അല്ലേ? കാരണം ആ റിവ്യൂസ് കാണുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി നമുക്കൊരു വിശ്വാസം ഉണ്ടാവും. ശരിയല്ലേ? ഇപ്പൊ ഒരു സിനിമയ്ക്ക് പോകുന്ന സമയത്ത് ഇത്ര ആൾക്കാർ സിനിമയെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ സിനിമ നല്ലതായിരിക്കും എന്നുള്ളൊരു ചിന്ത അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരും. അതുപോലെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത്, ഈവൻ ഒരു ഫോൺ ആയിക്കോട്ടെ, ഒരു ഇയർപോഡ് ആയിക്കോട്ടെ, നമ്മൾ ആമസോൺ ഫ്ലിപ്കാർട്ട് വാങ്ങുന്ന സമയത്ത് ഇത്രയും ആൾക്കാർ ഇതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട്, നല്ല റിവ്യൂ ഉണ്ട്, 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ 4.5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് കാണുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു ഒരു തോട്ട് നമ്മളെ മൈൻഡിൽ വരുന്നുണ്ട്. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പൊ നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക. നിങ്ങൾ കുറേ കണ്ടന്റും കുറേ പോസ്റ്റേഴ്സും കരോസലും കാര്യങ്ങളും വാരി വിതറിയിട്ട് കാര്യമില്ല. അതിന്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ റിവ്യൂസും കൂടി കൊടുക്കുക. ടെസ്റ്റിമോണിയൽസ്, ജെന്യുവിൻ ടെസ്റ്റിമോണിയൽസ് കൂടി കൊടുക്കുക. ആ ടെസ്റ്റിമോണിയൽസ് കൊടുക്കുന്ന സമയത്ത് അത് പരമാവധി വീഡിയോ ആയിട്ട് വാങ്ങാൻ ശ്രമിക്കുക. ഈവൻ ഇനി വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ എല്ലാ കസ്റ്റമേഴ്സും വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് തരണം എന്നില്ല. പകരം അവരോട് എന്താ പറയാ, നിങ്ങളുടെ ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂ, നിങ്ങളുടെ ഫ്രം ദ ഹാർട്ട്, നമ്മൾ അവരെ ഏറ്റവും ജെന്യുവിൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ജസ്റ്റ് വോയിസ് ആയിട്ട്, ഒരു വോയിസ് നോട്ട് ആയിട്ട് അയച്ചുതരാം. വാട്സപ്പിൽ ഒരു വോയിസ് നോട്ട് ആയിട്ട് അയച്ചുതരാൻ വേണ്ടി പറയാം. ഈ വോയിസ് നോട്ടിനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്യാൻവയിലോ മറ്റോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നൊരു ഷോർട്ട് പോലെ ആക്കുക, ഒരു വീഡിയോ പോലെ ആക്കിയതിന് ശേഷം വീഡിയോ ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന എല്ലാ റിവ്യൂസും നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിൽ കൊടുത്തു നോക്കും. അതുപോലെ തന്നെ യൂട്യൂബിൽ നിങ്ങളുടെ ഈ ഒരു ടെസ്റ്റിമോണിയൽസ് അപ്ലോഡ് ചെയ്യുക. ആ ടെസ്റ്റിമോണിയൽസിന് ഒരു പ്ലേലിസ്റ്റ് ആക്കി മാറ്റുക. ടെസ്റ്റിമോണിയൽസ് അല്ലെങ്കിൽ ഫീഡ്ബാക്സ് നല്ലൊരു പ്ലേലിസ്റ്റ് ആക്കി മാറ്റുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കൺവേർഷൻ വരും. ആൾക്കാർ നിങ്ങൾ വിശ്വസിച്ച് തുടങ്ങും. ഓക്കെ, അപ്പം ടെസ്റ്റിമോണിയൽസിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ടെസ്റ്റിമോണിയൽസ് പോസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു ബൂസ്റ്റിംഗ് നിങ്ങളുടെ ബിസിനസ്സിന് തരും.